ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമാണ്. ഇവിടം ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. സെക്രട്ടറി, തിരുവനന്തപുരം നഗരസഭ. ഞാൻ ഈ നിൽക്കുന്ന റോഡിൽ ഇത്തരത്തിലുള്ള ഏകദേശം 4-ലധികം ബോർഡുകൾ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഇത്രത്തോളം സംരക്ഷിച്ചു പോരുന്ന ഈ സ്ഥലം ഏതാണ് എന്നതായിരിക്കും നിങ്ങളുടെ സംശയം. എങ്കിൽ ആദ്യം ഏതാണ് ഈ സ്ഥലം, എന്താണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് ഒന്ന് കണ്ടുവരാം. ഇപ്പം എല്ലാവരും ചവറും അതും ഇതൊക്കെ ആറ്റിക്കൊണ്ട് ഇട്ടാണ് ഈ ആറ് ഈ കോലത്തിലായത്. നടക്കാനൊന്നും പറ്റൂല, ഭയങ്കര സ്മെല്ലും കൂടിയാണ്. ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് ഇതിങ്ങനെ കോരി ഇങ്ങനെ റോഡിൽ എവിടെയാണ് സൈഡിൽ ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ വെള്ളമൊക്കെ പോയ ശേഷം ഭയങ്കര സ്മെല്ലും ഇങ്ങനെയാണ് ഇവിടെ കിടക്കുന്നത്. ഈ മാലിന്യമൊക്കെ കൃത്യമായിട്ട് കോരി കളയുന്നുണ്ടോ? എവിടെ? അവർക്ക് തോന്നുമ്പോഴാണ്. ഈ ഇലക്ഷൻ വരുമ്പോൾ മാത്രമേ ഉള്ളൂ നല്ല കോരി കളയണതും എല്ലാം. ഇലക്ഷൻ കഴിയുമ്പോൾ അതാ അടക്കണം പഴയ കണക്ക്. പിന്നെ അവർ ഒന്നും ചെയ്യത്തില്ല. ഈ ഇലക്ഷന് മാത്രമാണ് ഈ കൊണ്ടുവന്ന് അതിനെ കോരി JCB കൊണ്ടുവന്ന് കോരി കരയെ കൊണ്ടുവരുന്നത്. ഈ മാലിന്യമൊക്കെ മാറ്റി കഴിഞ്ഞാൽ ക്ലിയർ ആവുന്നുണ്ടോ വെള്ളം? വെള്ളം എവിടെതാ ഈ കറുകറ ഇരിക്കുന്ന വെള്ളം തന്നെ, വൃത്തിയൊന്നുമില്ല. ചരിത്രം ഒരുപാട് പറയാനുണ്ട് പാർവതി പുത്തനാറിന്. തലസ്ഥാനത്തിന്റെ ഹൃദയവാഹിനിയായിരുന്ന ജലസ്രോതസ്സാണ്. ഇന്ന് ഇതിലൂടെ ഒഴുകുന്നത് പലതരം പകർച്ചവ്യാധികളാണ്. ഇവിടെ ഇരിക്കാൻ പോലും ഭയക്കേണ്ട അവസ്ഥയാണിപ്പോൾ. പാർവതി പുത്തനാറിന്റെ ഇരുവശത്തുമായിട്ട് നിരവധിയായിട്ടുള്ള ആളുകൾ താമസിക്കുന്നുണ്ട്. അവർ വലിയ പ്രശ്നത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കുറച്ചുനാൾ മുമ്പ് വരെ ആണെങ്കിൽ പാർവതി പുത്തനാറിന്റെ സമീപത്താണ് താമസിക്കുന്നത് എന്നത് ഒരു അഭിമാനമായിട്ട് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ എന്താ ചേച്ചി അവസ്ഥ? ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ അവസ്ഥ കൊതുകിൻ്റെ ശല്യവും മലിനങ്ങൾ കൊണ്ടുവന്ന് ലോറി കണക്കിന് തട്ടുന്നതും ഇതൊക്കെ ഇങ്ങനെ കണ്ടുവരാറുണ്ട്. ഗവൺമെൻറ് അതിന് ഒരു ക്യാമറ ഈ ചാക്ക ജംഗ്ഷൻ കഴിഞ്ഞിട്ട് YMC റോഡിൽ വെച്ചാൽ ഏത് ലോഡുകാരാന്ന് ഈ ലോറിക്കാരാ കൊണ്ടുവന്ന് തട്ടുന്നതെന്നുള്ളത് അറിയാൻ സാധിക്കും. പക്ഷേ അതിനൊന്നും അവർ തുനിയുന്നില്ല. ഇരുവശങ്ങളിലും അവർ കൊണ്ടുവന്ന് തട്ടുന്ന മലിനങ്ങൾ ഞങ്ങളുടെ ഈ പാർവതി പുത്തനാർ വഴി ഒഴുകിപ്പോയി. ഇവിടെ കിടക്കാൻ പറ്റുന്നില്ല. നൈറ്റിലൊക്കെ ആണെങ്കിൽ ഞങ്ങളെ പൊക്കിക്കൊണ്ടു പോകുന്ന കൊതുവായുടെ. ഈ കൊതുവിൻ്റെ പ്രശ്നത്തിൽ തന്നെ ഞങ്ങൾക്ക് പല പല അസുഖങ്ങളും, കുട്ടികൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും പല പല അസുഖങ്ങളും, വയറിളക്കം, പനി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നു വരുവാന്ന്. ചേട്ടാ, ഇവിടെ ഇപ്പോൾ ഞങ്ങൾ വന്ന് നിൽക്കുമ്പോൾ തന്നെ അസഹ്യമായിട്ടുള്ള ദുർഗന്ധമാണ്. ഇത് നിങ്ങൾ എന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്? അത് വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വേസ്റ്റുകൾ പല സ്ഥലങ്ങളിലുള്ള പല പല മലിനമായിട്ടുള്ള വേസ്റ്റുകളെല്ലാം വരുന്നത് ഈ ആറ്റിലാണ്. അത് ലോറി കണക്കിന് കൊണ്ട് തള്ളുന്നത് കൊണ്ട് മാത്രമല്ല, ഇതിപ്പം കുറേ മാസങ്ങളോളം ഇത് വെള്ളത്തിൽ കെട്ടിക്കിടന്നതാണ്. അപ്പം ഇവിടുത്തെ ചോദിച്ച സമയത്ത് ഇവർ പറഞ്ഞത് ഇത് അവർ തന്നെ വാരി വേറെ സ്ഥലത്ത് കൊണ്ടുവന്ന് ബണ്ടിൽ ചെയ്യുമെന്നാണ്. പക്ഷേ ഇന്ന് തൊട്ട് നോക്കിയപ്പം നേരെ കാണുന്ന സ്ഥലത്ത് കൊണ്ടാണ് ഇവർ ബണ്ടിൽ ചെയ്യുന്നത്. ഇത് എടുത്തപ്പം തന്നെ ഈ മലിനജലത്തിൽ കിടന്നിട്ടുള്ള വേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പം കരയിൽ കയറ്റി വയ്ക്കാൻ നേരത്ത് 1-2 ദിവസം അധികമായിട്ടുള്ള സ്മെല്ലുണ്ടായിരുന്നു. അത് അനക്കി കഴിയാൻ നേരത്ത് വീണ്ടും സ്മെല്ല് അതേ സാധനം തന്നെയാണ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാനുള്ളൊരു ബുദ്ധിമുട്ടും സ്മെല്ല് കാര്യങ്ങൾ എല്ലാം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ കൊതുക് ശല്യം, ഒരു രക്ഷയില്ലാത്ത കൊതുക് ശല്യമാണ്. ഈ സൈഡിലിരിക്കുന്ന പൈപ്പ് നിങ്ങൾ കുടിവെള്ളത്തിനായിട്ട് എടുക്കുന്ന പൈപ്പാണ്? അതായത് എപ്പോൾ പൈപ്പിൻ്റെ വെള്ളത്തിൻ്റെ പ്രോബ്ലം വന്നു കഴിഞ്ഞാലും നമുക്കിവിടെ വെച്ചിരിക്കുന്ന വെള്ളത്തിന് ഒരു സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകും. ചിലപ്പോൾ നമ്മൾ ആശ്രയിക്കുന്ന നമ്മുടെ ഈ പരിസരത്ത് താമസിക്കുന്നവരെല്ലാം ആശ്രയിക്കുന്നത് ഈ പൈപ്പിനാണ്. ആ മൂട്ടിൽ തന്നെ കൊണ്ടുവന്ന് ബണ്ടിൽ കണക്കി വേസ്റ്റ് കൊണ്ട് വെച്ചേക്കും. വൃത്തിഹീനമായതിന്റെ ആകുലതകളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും വൃത്തിയാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ആരാണ് വൃത്തികേടാക്കിയത് എന്നതിനെപ്പറ്റി സംസാരിക്കാൻ നമ്മൾ മറന്നുപോകുന്നു. ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിന് നമ്മുടെ ജലസ്രോതസ്സുകളെ സംരക്ഷിച്ച് നിലനിർത്തേണ്ട ഉത്തരവാദിത്വമുണ്ട്. അത് നമുക്ക് ഒരുമിച്ച് നിന്ന് നിറവേറ്റാൻ കഴിയണം. ക്യാമറമാൻ ബിനിൽ നെടുമങ്ങാടിനും ശ്രീജു ശ്രീകുമാറിനുമൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.